പലപ്പോഴും എന്നാ പറയാ ഒറ്റപ്പെടുമ്പോഴാണ് കൂടുതലും സൂചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര മിസ് എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ സന്തോഷമാണ് എണ്ണ ആഗ്രഹിക്കുന്നത്, അതെനിക്കറിയാം. ഈ ശരിക്കും സൂചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു? ഞങ്ങൾക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, കൊസു ടി വി. അതിപ്പം ഇല്ല, കാരണം അത് 4 വെബ് സീരീസോളം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തായിരുന്നു, നല്ല പൈസ മുടക്കി തന്നെ ചെയ്തതാണ്. അപ്പം അതിൽ 4 എണ്ണത്തിനകത്ത് ഞാൻ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചത് വൈഫായിട്ട് തന്നെ. നല്ല രീതിയിൽ പോയതാണ്. പിന്നെ അത് ഈ ഞാൻ പറഞ്ഞില്ലേ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നങ്ങനെ ഇല്ലാണ്ടായി. ഈ പൈസ ഒരു വലിയ പ്രശ്നമാണല്ലോ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ വില്ലൻ പൈസ തന്നെയായിരുന്നു. ഈ എല്ലാ കാലത്തും ഈ പറഞ്ഞ ഞാൻ കേട്ട വെച്ച് നോക്കുമ്പോഴും എല്ലാ കാലത്തും പൈസ ഒരു വിഷയം. അപ്പം ശരിക്കും ഇപ്പോഴത്തെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിട്ടുണ്ടോ? ആയിട്ടില്ല, ആവുന്നതേ ഉള്ളൂ, ചെറുതായിട്ടാവുന്നതേ ഉള്ളൂ, ആയിട്ടൊന്നുമില്ല, ഒന്നും ആയിട്ടില്ല. ഇപ്പം ചെറിയ ചെറിയ വർക്ക്, ആൽബം, വെബ് സീരീസ് അങ്ങനെയൊക്കെ വരണോണ്ട് ചെറിയ അറിയാലോ അതിനൊക്കെ എത്രയായിരിക്കും മേടിക്കുന്ന സാധാരണ. സോ അത്രേ ഉള്ളൂ. ഇങ്ങനെ ഇത് തന്നെയാണ് മുമ്പോട്ട് പോകാനുള്ള കാരണം? ഇപ്പൊ ജോലിയേക്കാൾ കൂടുതൽ എനിക്ക് ജോലി ആയിട്ടില്ലല്ലോ, സർക്കാർ ജോലി പറഞ്ഞിട്ടേ ഉള്ളായിരുന്നു. അത് എംപ്ലോയ്മെന്റ് വഴിയാണ് ചെയ്യണത്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നും ആയിട്ടില്ല അതിനെപ്പറ്റി. അപ്പം കിട്ടണത് ഞാൻ അങ്ങോട്ട് കയറി എന്നെ അഭിനയിപ്പിക്കോ, എനിക്ക് ഒരു വാസം അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുമില്ല. ഇങ്ങോട്ട് എന്ത് വരുന്നോ അത് നമ്മൾ ചെയ്യും. നമുക്ക് ഇണങ്ങുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ അത് ചെയ്യും. അഭിനയം എത്ര ആൽബം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? ഒന്നും പറഞ്ഞിട്ടില്ല, വന്നെല്ലാം ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ഈ അഭിനയത്തിനെ വിമർശിക്കുന്നവരുണ്ടല്ലോ, അത് ആ രീതിയിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കമന്റുകൾ അതിനകത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, മോൻ തന്നെ പറഞ്ഞല്ലോ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ലൈവിൽ പോകുന്ന കണ്ട. അമ്മ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, എന്നാലും കുറച്ചുകൂടെ പഠിക്കണം എന്ന് പറഞ്ഞു. പുതിയ വെബ് സീരീസ് കൊള്ളായിരുന്നു, കുണുങ്ങി അത് കൊള്ളായിരുന്നു, ആൽബം കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അത് സംബന്ധിച്ച് ആ ഒരു ആൽബം ഷൂട്ടിന് ഒരു 7-8ഓളം മീഡിയാസ് ഉണ്ടായിരുന്നു. അത് അവരുടെ പ്രൊമോഷനാണ്. നമുക്ക് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ അവർ പറഞ്ഞിട്ട് വന്നതാണ്. അതാണ് ഇത്രയും വലിയ നല്ല രീതിയിൽ അതുകൊണ്ട് എന്തായാലും 8 ദിവസം കൊണ്ട് 1 മില്യൺ കഴിഞ്ഞില്ലേ, അത് ഭയങ്കര വിജയം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധാരണക്കാരിയാണ്. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ക്രൂവിനെ സംബന്ധിച്ച് അത് വളരെ വലിയ വിജയം തന്നെയാണ്, വലിയ വിജയമായിട്ട് ഞങ്ങൾ കാണുന്നു. 8 ദിവസം കയറുന്നതേ ഉള്ളൂ, 1 മില്യൺ കഴിഞ്ഞു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അത് നിസ്സാരമൊന്നും അല്ലല്ലോ. അപ്പം അന്നപ്പം മീഡിയാസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു ക്യാമറയിലാണ്, നമ്മുടെ ക്യാമറമാനുണ്ട്. പക്ഷെ പല ആംഗിളിൽ നിന്നും അവരെടുത്ത് തെറ്റാന്നല്ലോ, ഞാൻ അങ്ങനെ തെറ്റൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പം അവരെടുക്കുമ്പോൾ ടേക്ക് അല്ല, ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതാണ് ഏറ്റവും കൂടുതൽ വൈറലായത്. അവനെ പ്രതീക്ഷനെ ഇങ്ങനെ പിടിച്ചിട്ട്, നായകനെ ഇങ്ങനെ പിടിച്ചിട്ട് വലിക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. പക്ഷെ അത് ടേക്കിൽ വരുമ്പോൾ അത്രയില്ല. ഇത് ടേക്ക് അല്ലല്ലോ എടുക്കണം, അവരെടുക്കുന്ന വേറെ ഇത്. അപ്പം അത് പുറത്ത് വിട്ടപ്പോൾ തന്നെ വേറെ പാട്ട്, ഇവക്ക് ഇതേ ഉള്ള പരിപാടി, ഇവളെന്നാ കാണിക്കുന്നത്, അവളങ്ങനെയാണ് ഇങ്ങനെയാണ്, അവളുടെ മോന്ത കണ്ടാച്ചാൽ മതി, അവൾ എന്നെ അഭിനയിക്കുന്നത് പിടികിട്ടി. പക്ഷെ ആൽബം ഇറങ്ങിയപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞു, അത് റീല് സത്യം. ശൈല ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, ചേച്ചി എനിക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചു. ആൽബത്തിന് മുന്നേ കണ്ടപ്പോൾ എൻ്റെ രേണുവും ഞങ്ങൾ എന്തുവാ ഇത് ഒന്നും, പക്ഷെ ആൽബം കണ്ടപ്പോൾ ഇത്രേ ഉള്ളായിരുന്നോ, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് 2 വ്യത്യാസം. പിന്നെ അന്ന് പറഞ്ഞ് ഞാൻ അഭിനയത്തിൽ സിംഹമോ പുലിയോ ഒന്നുമല്ല, ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇനി ഒരുപാട് പഠിക്കാൻ കിടക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശരിക്കും പറഞ്ഞപ്പോൾ ആൽബം ഒക്കെ ചെയ്യുമ്പോഴും അതിനകത്ത് ഞാൻ നേരത്തെ ചോദിച്ച പോലെ നമ്മൾ കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കുമല്ലോ. ഈ പറഞ്ഞ നമ്മൾ ചെയ്യുന്ന കാര്യം കുറച്ച് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ ശരിക്കും? ആൽബം നന്നായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കൂടെ ഉള്ളൊരു സപ്പോർട്ടാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മൈൻഡ് ഒന്നാമത്തെ കാര്യം സൂചേട്ടനോട് പിന്നെ വർക്ക് ചെയ്യോ, അറിയോ, അങ്ങനത്തെ ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടുണ്ടോ? സൂചേട്ടനെ അറിയാവുന്നവരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒക്കെ പുതിയ ആൾക്കാരുടെ കൂടെ ഒക്കെയാണ്. പിന്നെ മിനിഞ്ഞാന്നൊരു ട്രിവാൻഡ്രത്ത് ഒരു ധനലക്ഷ്മി സിൽക്കിന്റെ ഒരു പരസ്യം ചെയ്തായിരുന്നു, പഴയ നമ്മൾ ഓട്ടോഗ്രാഫ് സീരിയലില്ലേ അതുപോലത്തെ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് തന്നെ, അത് നാളെ ഇറങ്ങും. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ആനന്ദ് എന്ന് പറയുന്ന ഡയറക്ടറാണ് ചെയ്തേക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഇതാണ് അത് ചെയ്തേക്കുന്നത്. പിള്ളേർ സെറ്റായിട്ട് ഡ്രസ്സിങ്ങിനാണല്ലോ കുറെ കൂടെ വേറെ രീതിയിൽ കമന്റ് വന്നായി. അമ്മച്ചിക്ക് ശരിക്കും തള്ളച്ചി യൂണിഫോം ഇട്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, വന്നോട്ടേന്നേ. ഇനിയിപ്പോ നാളെ പരസ്യം ഇറങ്ങുവാണ്. അത് അത്യാവശ്യം എനിക്കൊന്നും വിഷയമല്ല. അമ്മച്ചിയാണെന്ന് ഇവര് പറയുന്നു, എനിക്കറിയാം ഞാൻ ആരാണെന്ന്, എന്താണെന്ന്. എനിക്കതൊക്കെ ആ വേഷങ്ങൾ ചേരുമെന്ന് എനിക്കറിയാം. അത് ചേരാതെ വരുമ്പോ ഞാൻ ഇടത്തില്ല. കൂടെ പഠിച്ച ആളോ ആരോ പറഞ്ഞു പ്രായം ഇത്രയാണ്. എനിക്ക് 32 വയസ്സ്, 33. ഈ ഒരു സെപ്റ്റംബർ ആകുമ്പോൾ 33 വയസ്സ്. അത് ഞാൻ എവിടെയും പറയും, എനിക്ക് ഏജ് അത്രയാണ്. ഞാൻ കുറയ്ക്കുന്നുമില്ല, കൂട്ടുന്നു. ഏട്ടൻ ഞാൻ ജനിച്ച വർഷം ഏട്ടൻ SSLC എഴുതുവാണ്.
സോ അറിയാലോ എത്ര വയസ്സ്. SSLC 15.